വിഷയങ്ങളിൽ എല്ലാം ഇടപെടുകയും തൻ്റെ ചിന്തകളും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാറുള്ള സംവിധായകനും എഴുത്തുകാരനുമെല്ലാമാണ് ബിഗ് ബോസ് വിജയി കൂടിയായ അഖിൽ മാരാർ. കഴിഞ്ഞ ദിവസം റാപ്പർ വേണിൻ്റെ DNA പ്രസ്താവനയ്ക്കെതിരെ അഖിൽ മാരാർ രംഗത്തെത്തിയിരുന്ന ചർച്ചയായിരുന്നു. ദളിതൊരു ജീനിൽ പഠിക്കാനുള്ള DNA ഇല്ലെന്നാണ് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വേടൻ പ്രതികരിച്ചത്. അതിന് എതിരെയാണ് അഖിൽ പ്രതികരിക്കുന്നത്. ഇപ്പോഴിതാ വേടനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ. റാപ്പ് സംഗീതത്തിന് വെറുപ്പുള്ള ആളല്ല താനെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് അഖിലിന്റെ അഭിമുഖം ആരംഭിക്കുന്നത്. റാപ്പ് സംഗീതം പൊതുവെ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ. പക്ഷേ റാപ്പ് ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അവർക്കിടയിൽ വേടൻ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേടനെ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധപ്പെട്ടാണ്. 2023 ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ആ പെൺകുട്ടി പരാതി കൊടുത്തതുകൊണ്ട് നമ്മളാരും ആ കേസിന്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല. സംഭവത്തിൽ വേടൻ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. കഞ്ചാവ് കേസുമായി ആദ്യം ഒന്ന് വേടനെ പിടിച്ചു. പിന്നീട് വീണ്ടും അടുത്തിടെ കഞ്ചാവുമായി വീണ്ടും വേടൻ പിടിക്കപ്പെട്ടു. ഈ കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കൂ. ആരെങ്കിലും വേടന്റെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ? 2016 ചെറിയ രീതിയിൽ റാപ്പ് തുടങ്ങിയ താഴെത്തട്ടിൽ നിന്ന് കഴിവുള്ളതുകൊണ്ട് വളർന്നു വന്ന പാട്ടുകാരൻ തന്നെയാണ് വേടൻ. ഓഡിയൻസിനെ ആകർഷിച്ച് കഴിവുള്ള വാക്കുകളും വരികളും അഗ്നിപടർത്താൻ ശേഷിയുള്ള ഗായകനാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേർ അയാളെ ആകൃഷ്ടനായതും. ഈ ഒരു വളർച്ചയ്ക്ക് വേടന്റെ ജാതി തടസ്സമായിട്ടുണ്ടോ? അതുപോലെ വേടൻ റാപ്പ് കേസിൽ ഉൾപ്പെട്ടപ്പോൾ ആരും പ്രതികരിച്ചില്ല. 2017 ഒരു ക്രിമിനൽ ദിലീപ് പറഞ്ഞിട്ടാണ് ഞാൻ കുറ്റം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കേരള സമൂഹം നടനെ തള്ളിപ്പറഞ്ഞു. ഭീകരമായി ഒറ്റപ്പെടുത്തി. അയാളോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ക്രൂരതകളും കാണിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പല നടിമാർക്കെതിരെയും ഇതേ ആരോപണം വന്നു. വേടൻ്റേത് സമാനമായി വന്ന ആരോപണങ്ങളാണ്. അതൊന്നും തന്നെ ഇന്നുണ്ടായ പീഡനം നാളെ അറിഞ്ഞില്ല. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് ഹേമ കമ്മിറ്റിയിൽ അറിഞ്ഞത്. വേടനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണം വന്നിട്ടുണ്ട്. അന്ന് ഒരു വിഭാഗം വേടനെ ന്യായീകരിച്ചു. മാപ്പ് പറഞ്ഞതില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു ന്യായീകരണം. എന്തിന് പാർവതി തിരുവോത്ത് പോലും വേടൻ്റെ മാപ്പ് പറഞ്ഞ് ലൈക്കടിച്ച് വിവാദമാക്കിയിരുന്നു. ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ പ്രശ്നമെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത് ബാക്കിയുള്ളവരും നമുക്ക് മാപ്പ് കൊടുക്കണം. 2021 മുതൽ 2025 തുടക്കം വരെ ഇതിനൊക്കെ സംഭവങ്ങൾ നടന്നിട്ട് നമ്മളാരും എതിർത്തില്ല. പൂർണ്ണമായും ഒരു കലാകാരൻ എന്ന രീതിയിലായിരുന്നു അപ്പോഴും വേടൻ അറിയപ്പെട്ടിരുന്നത്. അതല്ലാതെ നമുക്ക് ആർക്കും മറ്റൊന്നും തോന്നിയില്ല. പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസ് വേടനെതിരെ വന്നപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണെന്ന ചോദ്യമാണ് ഉയർന്നത്.